प्रकटित परब्रह्मतत्त्वं युवानम् वर्षिष्ठान्ते वसदृशिगणैरावृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितचिन्मुद्रमानन्दमूर्तिम् स्वात्मा रामं मुदितवदनं दक्षिणामूर्तिमीडे वटविटपि समीपे भूमिभागे निषण्णम् सकलमुनिजनानां ज्ञानदातारमारात् त्रिभुवनगुरुमीशं दक्षिणामूर्तिदेवं जननमरणदुःखच्छेद दक्षं नमामि। चित्रं वटतरोर्मूले वृद्धा शिष्याः गुरुर्युवा गुरोस्तु मौनं व्याख्यानं शिष्यास्तु छिन्नसंशयाः निधये सर्वविद्यानां भिषजे भवरोगिणां गुरवे सर्वलोकानां दक्षिणामूर्तये नमः। ॐ नमः प्रणवार्थाय शुद्धज्ञानैकमूर्तये निर्मलाय प्रशान्ताय दक्षिणामूर्तये नमः। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै ശ്രീ ഗുരവേ നമഃ. ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്മൈൽ സാധന ട്രസ്റ്റിൻ്റെ സംഘാടക സാരഥ്യങ്ങൾക്ക് ഏവർക്കും വന്ദനം. ഇതിനെ നയിക്കുന്ന സംപൂജ്യരായ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് വന്ദനം. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൻ്റെ പഠനം തുടരുകയാണ്. 1-ാം ശ്ലോകം ഇന്ന് നമുക്ക് സമാപ്തമാകുകയാണ്. മംഗള ശ്ലോകത്തോടു കൂടി നമുക്ക് തുടങ്ങാം. അപ്പോൾ സുജാതാജി വളരെ ഭംഗിയായിട്ട് ദക്ഷിണാമൂർത്തി സ്തോത്രം ചൊല്ലുന്നത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഒരു മിസ്റ്റേക്ക് പോലും കണ്ടെത്താനായില്ല. അവിടെ വളരെ ഭംഗിയായിട്ട് ചൊല്ലി. നമ്മൾ പഠിക്കുന്ന ആ ഒരു ഗ്രന്ഥം നമ്മൾ ഇന്ന് ഉപാസന ചെയ്യണം, ആ പഠിക്കുന്ന ദിവസമെങ്കിലും. കാരണം ഒന്നും ഭിന്നമല്ല. ഗുരുവിൻ്റെ കൃതികളും ശങ്കരഗുരുവിൻ്റെ കൃതികളും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൻ്റെ 1-ാം ശ്ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം കാണുന്ന ഈ പ്രപഞ്ചം സത്യമാണോ മിഥ്യയാണോ, അതിൻ്റെ സ്വരൂപം എന്ത്, കാണുന്നവനെയും കാഴ്ചയെയും വളരെ കൃത്യമായി വിചാരം ചെയ്യുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ സത്യദർശനത്തിലേക്ക് നമ്മെ നയിക്കുകയും ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മെ കൈപിടിച്ച് ആനയിക്കുകയും ചെയ്യുന്ന ഗുരുപരമ്പരയുടെ ഒരു കാരുണ്യം തന്നെ നമ്മിൽ വർഷിക്കുന്ന കൃതിയാണിത്. അപ്പോൾ എന്താണ് നാം കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ശരിയായ സ്വരൂപം? അത് ശരിയല്ല, ആ കാഴ്ച ശരിയല്ല. കാരണം അത് ഒരു നിഴല് മാത്രമാണ്, പ്രതിബിംബം മാത്രമാണ്. ശരിയായ ബിംബം ഉള്ളിൽ തന്നെയാണെന്നാണ് പറയുന്നത്. നഗരം കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് പോലെ നാമരൂപാത്മകമായ പ്രപഞ്ചം മുഴുവനും അവനവനിലെ അന്തരാത്മാവിൽ തന്നെയാണ് പ്രതിഫലിക്കുന്നത്. കണ്ണാടിയിൽ നഗരമില്ല, ഉള്ളതുപോലെ തോന്നുന്നു. ഉള്ളത് അവനവനാണ്, അവനവൻ്റെ ആത്മസ്വരൂപമാണ്, അവനവനിലാണ് പ്രപഞ്ചമുള്ളത്. അതിൻ്റെ പ്രതിഫലനം മാത്രമാണ് നാം പുറത്ത് കാണുന്നത്. ഏതുപോലെ എന്ന് വെച്ചാൽ കണ്ണാടിയിൽ കാണുന്ന നഗരത്തിൻ്റെ പ്രതിബിംബം പോലെ.
ഓർക്കണം, കണ്ണാടിയിൽ കാണുന്നത് പ്രതിബിംബം മാത്രമാണ്, സത്യമല്ല. ആ പ്രതിബിംബത്തിന് ഒന്നുമേ ചെയ്യാൻ ശക്തിയില്ല. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ശക്തി മുഴുവനും ഉള്ളടങ്ങിയിരിക്കുന്നത് 1000 കോടി അനന്തന്റെ ശക്തി ഉള്ളടങ്ങിയിരിക്കുന്നവൻ അവനവൻ തന്നെയാണെന്ന് ഗുരുക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ അശക്തനാണ്, എനിക്കൊന്നിനും കഴിവില്ല, ഞാൻ പതിച്ചു പോയിരിക്കുന്നു, ഞാൻ ദുഃഖിതനാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നാം അനന്തകോടി ശക്തിയുടെ പ്രഭവ കേന്ദ്രമാണെന്നും നാം കാണുന്ന ഈ പ്രപഞ്ചം നമ്മിൽ നിന്ന് തന്നെയാണ് ഉദ്ഭവിച്ചിരിക്കുന്നതെന്നും അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും അതിലേക്ക് തന്നെയാണ് ലയിക്കുന്നതെന്നും ഒക്കെയുള്ള പരമസത്യത്തെ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ഗുരുപരമ്പര. അപ്പോൾ നമ്മൾ പറഞ്ഞു, കണ്ണാടിയിൽ കാണുന്ന നഗരം പോലെ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം അവനവനിലെ അന്തരാത്മാവിൽ പ്രതിഫലിക്കുന്നു എങ്കിലും ഈ അനുഭവം പുറത്താണെന്നതുപോലെ നമുക്ക് തോന്നുന്നു. തോന്നൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഗദ്യപ്രാർത്ഥനയിലൊക്കെ നമ്മൾ എത്തിക്കോണം, എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ, അല്ലെ? കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല കേട്ടോ. ഈ ശരീരവും നീർക്കുമിള പോലെ നിലയേറ്റതാകുന്നു. നമ്മളത് വെറുതെ പഠിച്ചു വെച്ചു. എന്താ ഗുരു പറഞ്ഞെന്ന് നമ്മൾ ചിന്തിക്കാനോ അതിലൂടെ ആഴത്തിൽ സഞ്ചരിക്കാനോ ഒന്നും നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഗുരുക്കന്മാർ ഓരോന്നും നമ്മളോട് ഈ സത്യം തന്നെയാണ് വീണ്ടും 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 ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നീ നിന്നെ തിരയോ, ശരിയായ സത്യത്തെ തിരയോ, അതിന് നീ പുറത്തുനിന്ന് കണ്ണെടുത്ത് ഉള്ളിലേക്ക് തന്നെ വെക്കണം എന്നാണ് പറയണത്. അതിന് ഉദാഹരണം പറയാണ്, സ്വപ്നം യഥാനിദ്രയാ. സ്വപ്നം കാണുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഒരു സൃഷ്ടി സ്ഥിതി ലയം സ്വപ്നത്തിൽ നടക്കുന്നുണ്ട്. സ്വപ്നത്തിലെ വസ്തുക്കൾ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്, അത് കണ്ട് അനുഭവിക്കുന്നുണ്ട്, സുഖിക്കുകയോ ദുഃഖിക്കുകയോ വികാരപ്പെടുകയോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് തന്നിലേക്ക് ലയിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉണർന്നു വരുന്നുണ്ട്. അപ്പൊ ചെറിയൊരു സൃഷ്ടി നാം നമ്മിൽ തന്നെ സൃഷ്ടിക്കുന്നത് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് തന്നെ ഉദാഹരണമാണ്. നമ്മളൊന്നും അതത്ര സീരിയസ് ആയിട്ട് എടുക്കാറോ ചിന്തിക്കാറോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഗുരു ഓരോ നിമിഷവും നമ്മളോട് ഓർമ്മിപ്പിക്കണം, ആരായണം, ഓർക്കണം, തിരയണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോ എപ്രകാരമാണോ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ എല്ലാം ഒന്നായിരിക്കുന്നത്, അടുത്ത ഭാഗം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഭാഗം ഇതാണ്. യത് സാക്ഷാത്കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയേ. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാല് എല്ലാം ഒന്നായിരിക്കുന്നത് പോലെ പ്രബോധ സമയേ, സത്യസാക്ഷാത്കാര സമയത്ത്, അതല്ലെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന സമയത്ത്, സ്വപ്നം കണ്ടവനിലേക്ക് എപ്രകാരമാണോ വന്നണയുന്നത് അതുപോലെ സത്യസാക്ഷാത്കാര സമയത്ത് പ്രപഞ്ചം മുഴുവനും തൻ്റെ തന്നെ ആത്മസ്വരൂപമാണെന്നും തന്നിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്നും തന്നിലാണ് നിലനിന്നതെന്നും തന്നിലേക്ക് തന്നെയാണ് വിലയം ചെയ്യുന്നതെന്നും ഉള്ള ആ ബോധത്തെ, തൻ്റെ തന്നെ ആത്മരൂപമാണ് എന്ന ആ സത്യത്തെ സാക്ഷാത്കരിക്കാൻ ഒരു ഗുരു വേണം. ഒരു ഗുരുവിൻ്റെ സഹായം കൊണ്ട് മാത്രമേ ഒരു ശിഷ്യന് ഈ വെളിച്ചത്തിലേക്ക് നടക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ നിമിഷവും ആ ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് കീർത്തനങ്ങൾ ചൊല്ലുകയും അതെഴുതുകയും ജപിക്കുകയും വീണ്ടും 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 ഇപ്പൊ സ്മൈലിലൊക്കെയാണ് അഖണ്ഡ നാമജപം, സഹസ്രനാമജപം, അല്ലേ? ഇങ്ങനെ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ആ സത്യം തന്നെയാണ് ഞാൻ. ആ സത്യത്തെ എനിക്ക് പറഞ്ഞു തന്ന മഹാഗുരുവിൻ്റെ കൃപ, കരുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സത്യത്തിലേക്ക് എത്താൻ സാധ്യമാകുകയുള്ളൂ. കാരണം കലിയുഗവാസികളായ നമുക്ക് നാമസങ്കീർത്തനങ്ങളും സത്സംഗങ്ങളിലും ഇവിടെയൊക്കെ മാത്രമേ ഈശ്വര വെളിച്ചത്തിലേക്ക് നടന്നെടുക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് മഹത്തുക്കൾ നമ്മളെ ഇത്തരത്തിലുള്ള സത്സംഗങ്ങളൊക്കെ വച്ച് നമ്മളെ അതിലേക്ക് കൈപിടിച്ച് നയിക്കുന്നത്. ഗുരുവിന് ചുറ്റും ഉള്ള നിരവധി നക്ഷത്രങ്ങൾ ഉണ്ട്. ആ ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങൾ ഉൾപ്പെടെ അന്നും ഇന്നും ഉണ്ട്. ഇപ്പോൾ ഈ സ്മൈൽ സാധനയുടെ സംഘാടകരും പിന്നെ പൂജനീയ സന്യാസി ശ്രേഷ്ഠന്മാരും നമുക്ക് ക്ലാസ്സുകൾ നയിക്കുന്ന ആചാര്യ ശ്രേഷ്ഠന്മാരും
സർവോപരി ഇതിനെ ഒരു ഗ്രൂപ്പാക്കി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന നിരവധി 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 സജ്ജനങ്ങളൊക്കെ ആ ഗുരുവിന് ചുറ്റും പ്രകാശിക്കുന്ന കുഞ്ഞു 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 നക്ഷത്രങ്ങൾ തന്നെയാണ്. അവരൊക്കെയാണ് നമ്മളെ ഈ സത്യത്തിലേക്ക് നടന്നെടുക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഓരോ നിമിഷവും ആ നന്ദിയും കൃപയും നമ്മിലേക്ക് ഒഴുകി 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 വരണം. അതാണ് നമ്മുടെ ജീവിതത്തിനെ വെളിച്ചമുള്ളതാക്കുന്നത്. അതല്ലേ ഗുരു നമ്മളോട് പറഞ്ഞത്, നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തത് വിട്ടുകളയണം. കാരണം നല്ലതല്ലാത്തത് നമ്മളെ ആത്മസ്വരൂപത്തെ 1000 തരം ഇരുട്ടി ആശയം പ്രതി ചുരുട്ടി ആ മഹസിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് നല്ലതല്ലാത്തത് വിട്ടിട്ട് നല്ലതായ നന്മകൾ മാത്രം സ്വീകരിക്കുക. ആ നന്മയിലേക്ക് സഞ്ചരിക്കാനുള്ള വെളിച്ചം നമുക്ക് ഗുരുവിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടതുണ്ട്. അപ്പോൾ സ്വപ്നത്തിൽ നിന്നുണർന്നാൽ എല്ലാം ഒന്നായിരിക്കുന്നത് പോലെ സത്യസാക്ഷാത്കാര സമയത്ത് പ്രപഞ്ചം മുഴുവനും തൻ്റെ തന്നെ ആത്മസ്വരൂപമാണെന്ന സത്യത്തെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന വിശ്വഗുരുവായ ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം അർപ്പിക്കുന്നു. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ പരബ്രഹ്മത്തെയാണ്. ആ പരബ്രഹ്മം തന്നെയാണ് ഗുരുക്കന്മാരായി കാലാകാലങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെയൊക്കെ ജഗദ്ഗുരു എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ജഗദ്ഗുരുവാണ്, വിശ്വഗുരുവാണ്. ശങ്കര ഭഗവത്പാദർ ജഗദ്ഗുരുവാണ്, വിശ്വഗുരുവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? ജഗത്തിന്റെ ഗുരു എന്നല്ല അതിൻ്റെ അർത്ഥം, അങ്ങനെയും അർത്ഥം പറയാം. അതിനപ്പുറം അതിൻ്റെ അർത്ഥം ഈ ജഗത്തിനെ തന്നെ ഗുരുവാക്കിയവരാണ്. ജഗത്തിനെ തന്നെ ഗുരുവാക്കിയത് കൊണ്ടാണ് ജഗദ്ഗുരു എന്ന് പറഞ്ഞത്. നമ്മൾ ചോദിക്കും ആ ഗുരുവാണോ ഈ ഗുരുവാണോ വലുതല്ല, നമ്മുടെ അജ്ഞാനത്തിന്റെ തലമാണ്. അവരെല്ലാം ഒരേ സ്വരൂപം തന്നെ പല രൂപം ധരിച്ച് പല കാലങ്ങളിലേക്ക് വന്ന് ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചു, സത്യത്തെ പറഞ്ഞു തന്നു, പോയി. അത് കേൾക്കാൻ ശേഷിയും ക്ഷേമുഷിയും മനസ്സ് തെളിവും ഉള്ളവർ ഇതുപോലെയൊക്കെ വന്ന് ഇരുന്ന് കേട്ട് മനസ്സിലാക്കി അറിഞ്ഞ് മടങ്ങും. ഒന്നും അറിയാത്തവര് നിദ്രയും ആലസ്യവും ഒക്കെ ആയിട്ട് ജന്മാന്തരങ്ങളിലൂടെ ഇങ്ങനെ സുഖം എവിടെയാന്ന് തേടി നിങ്ങളിങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറയണത്, ആശാൻ പറഞ്ഞ പോലെ ബോധാചാര്യക്കഴൽ ചെങ്കമലം അതിനടിക്കാണു നിർവാണലോകം. മോക്ഷം ഇരിക്കുന്നത് ഒരു ബോധാചാര്യന്റെ പരമസത്യം അറിഞ്ഞ ഒരു പരമഗുരുവിന്റെ പാദങ്ങളിലാണ് മോക്ഷം ഇരിക്കുന്നത്. ആ ഗുരു കണ്ണു തുറക്കണം, കൃപയുണ്ടാകണം. ഞാൻ പറഞ്ഞു, അതിനൊരിക്കലും വേദാന്ത ജ്ഞാനമോ കോളേജ് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഒന്നും വേണ്ട. ഗുരുവിനോടുള്ള അപാരമായ ഭക്തിയും കൃപയും ഉണ്ടായാൽ മതി. ഞാൻ ഓർക്കുന്നു, ഈ കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ചടങ്ങില് ഞാൻ കണ്ടത് ഒത്തിരി ഒത്തിരി സാധുക്കളായ ഗുരുഭക്തര് അവിടെ എത്തിയിരുന്നു. ഒരു പക്ഷെ അവരുടെ പാദങ്ങളിൽ വീണ് നമുക്ക് നമിക്കാൻ തോന്നും. ഗുരു എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ ആ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഊർന്നു വീഴുന്ന കണ്ണുനീര് നമ്മൾ കണ്ടു. എത്രയോ തലത്തിൽ ഈ ഒരു ഗുരു പറഞ്ഞ പോലെ ഈ അടിയൻ ആയ ഈ ഉള്ളവളേക്കാൾ എത്രയോ 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 ഉയർന്ന തലത്തിലുള്ള ഗുരുവിനോടുള്ള ഭക്തിയാണ് ഞാൻ അവിടെ കണ്ടത്. അന്ന് ചെന്നപ്പോൾ എത്രയോ പേര് വന്നിരുന്നു. അപ്പോ ഒരിക്കലും അവർ ഞാനെന്ന ഈ ദേഹത്തെ അല്ല ആദരിച്ചത്. ഭഗവാന്റെ വാക്കുകൾ ആര് പറയുന്നോ ആ വാക്കുകളെ ആദരിക്കുന്നതും ഒരു കാഴ്ച മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ആരും അവിടെ ഒന്നുമല്ല, ഒരു മാംസപിണ്ഡം മാത്രം അല്ലേ. അപ്പോൾ അവിടെ ആദരിക്കപ്പെട്ടതും നല്ല വാക്കുകൾ പറഞ്ഞതും ഭഗവാന്റെ വാണികളെ തന്നെയാണ്, മറ്റൊന്നുമല്ല. അത്രയും മാത്രമേ നമുക്ക് നമ്മളിലൂടെ ആ ഒരു ഈശ്വരന്റെ ഗുരുവിന്റെ കൃപ ഒഴുകി വരുന്നത് മാത്രമാണ് നമുക്ക് അത് മാത്രമേ നമുക്ക് ഈ ലോകത്ത് പറയാനുള്ളൂ, മറ്റൊന്നുമില്ല. കാരണം എൻ്റെ ആത്മസ്വരൂപത്തിൽ നിന്നാണല്ലോ വൈഖരിയായിട്ട് ശബ്ദം പോലും വരുന്നത്. അതാ ചൈതന്യം തെളിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ഒരു ഭഗവാന്റെ കൃതികളൊക്കെ ഒന്ന് പറയാൻ പോലും നമുക്ക് സാധ്യമാകുകയുള്ളൂ അല്ലേ. അപ്പൊ അനുനിമിഷം ഈ കൃപയ്ക്ക് വേണ്ടി ഗുരുവിനോട് നമുക്ക് യാചിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ പറഞ്ഞു, ഈ പ്രപഞ്ചം കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണുന്ന നഗരം പോലെ അവനവന്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആത്മാവെന്ന അധിഷ്ഠാനം എപ്പോഴും ആത്മാവ് തന്നെയാണ്. ആത്മാവെന്ന അധിഷ്ഠാനത്തിൽ മായാഭ്രമത്താൽ എന്തു തോന്നി, പുറത്തെന്നതുപോലെ
തോന്നി. അതാണ് സത്യം. നമ്മൾ പറയും കണ്ണുകൊണ്ട് കാണുന്നതേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നമ്മളോട് ഗുരു പറഞ്ഞു തന്നു, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല കുഞ്ഞേ. അതിൻ്റെ വിശദീകരണമാണ് ഗുരുക്കന്മാർ നമുക്ക് തരുന്നത്. അജ്ഞനായ ഒരു ലൗകികന്, അജ്ഞൻ, തന്നെക്കുറിച്ചോ ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാത്ത ഒരു അജ്ഞന് ഉണ്ടായ ഭ്രമം നിമിത്തം, മോഹാകുലരായതുകൊണ്ട് ആ ഭ്രമം നിമിത്തം പ്രപഞ്ചം സത്യമാണെന്ന് തോന്നുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? പ്രപഞ്ചം സത്യമാണെന്ന് തോന്നിയാൽ ഈ ശരീരവും സത്യമാണെന്ന് തോന്നും. നീർക്കുമിള പോലെ നിലയേറ്റതാണെന്നൊക്കെ നമ്മൾ വെറുതെ ബുദ്ധിയുടെ തലത്തിൽ, മനസ്സിന്റെ തലത്തിൽ പഠിക്കും. ആത്മാവിന്റെ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകുന്നില്ല. അതിനെ കൊണ്ടുപോകുമ്പോൾ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ അജ്ഞനായ ഒരാൾ എന്ത് ചെയ്യും? ഭ്രമം കൊണ്ട് പുറത്ത് കാണുന്നതും ഈ ശരീരവും മാത്രമാണ് സത്യമെന്ന് വയ്ക്കും. നമ്മളെപ്പോലെ നമ്മളെല്ലാവരും ആ ഒരു നിലയിൽ നിൽക്കുന്നവരാ. അതുകൊണ്ടാണ് നമുക്ക് പഠനം വേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുവന്റെ ജീവിതം എങ്ങനെയാ? പ്രപഞ്ചമാണ് സത്യമെന്ന് കരുതുന്നവന്റെ ജീവിതം എങ്ങനെയാന്ന് വെച്ചാൽ, ആത്മാവിനെ അറിയാതെ ജീർണിച്ച് നശിച്ചു പോകുന്ന തുച്ഛമായ ഭൗതിക വസ്തുക്കളുടെ പുറകെ സുഖത്തിന് വേണ്ടി ഓടി വലഞ്ഞ് അവസാനം ആ മരുഭൂമിയിൽ എന്തന്വേഷിച്ചു പോയതുപോലെയാണ് കസ്തൂരിയുടെ ഗന്ധം അന്വേഷിച്ചു പോയ കസ്തൂരിമാൻ്റെ കഥയുണ്ട്. തന്നിൽ നിന്നാണ് കസ്തൂരി ഗന്ധം വരുന്നത് എന്നറിയാതെ എവിടേക്കോ കസ്തൂരിയുടെ സുഗന്ധം തേടി അലഞ്ഞ് ശരീരം തളർന്ന്, കാല് തളർന്ന്, കൈ തളർന്ന്, മനസ്സ് തളർന്ന് വീണ് പതിച്ചു മരിച്ചു പോകുന്നത് പോലെ ഈ ഉടൽ വീഴുന്നത് വരെയും തന്നിലാണ് ഇതിരുന്ന് പ്രകാശിക്കുന്നത് എന്ന് അറിയാതെ എത്രയോ ജീവരാശികൾ ഇവിടെ നിന്ന് മടങ്ങുന്നു അല്ലേ? അങ്ങനെ ആവാതിരിക്കാനാണ് ഒരു ഗുരുവിൻ്റെ കയ്യിൽ നമ്മൾ പെട്ടിരിക്കുന്നത്. അതെങ്കിലും നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ തുച്ഛമായവയിൽ പറ്റിക്കൂടി അവസാനം മൃത്യുവക്ത്രത്തിലേക്ക്, മരണത്തിലേക്ക് കടന്നു പോകുന്ന നിസ്സഹായ അവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാവരുത്. നാം ശരീരമാണെന്ന് ചിന്തിക്കുന്നവർക്ക് തൻ്റെ ഉള്ളിൽ പ്രപഞ്ചമെന്ന് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്നുകൂടെ പറയാം, ഗുരു നമ്മളോട് പറഞ്ഞു തന്നൊരു വാക്യമാണ്, നാം ശരീരമല്ല അറിവാകുന്നു. അത് നമ്മൾ ഉൾക്കൊള്ളാതെ, ചെവി കൊള്ളാതെ നാം ശരീരമാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരുവന് ഈ പ്രപഞ്ചം പുറത്താണ് കാണുന്നത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അകത്താണെന്ന് വിശ്വസിക്കാൻ അവനെ കൊണ്ട് സാധ്യമല്ല. അതാണ് അറിയേണ്ടത്. നാം അറിവാണെന്ന് ചിന്തിക്കുന്നവന് മാത്രമേ പ്രപഞ്ചം തൻ്റെ ഉള്ളിലാണെന്ന് ബോധത്തിലേക്ക് എത്താൻ സാധ്യമാകുകയുള്ളൂ. നമുക്കറിയാം, ഓരോരുത്തരും ഇന്ന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവരവരുടെ വാസനയ്ക്ക് അനുസരിച്ചാണ് ഓരോരുത്തരും ജീവിക്കുന്നത് അല്ലേ? ചിലർക്ക് പ്രാർത്ഥന ചൊല്ലാൻ മാത്രമാണ് ഇഷ്ടം, ചിലർക്ക് അതിൻ്റെ സത്യം തിരയാൻ ഇഷ്ടമാണ്, ചിലർ അതിൽ നിന്ന് കുറേ കൂടി മുന്നോട്ട് പോയിട്ട് അവർ മനസ്സൊക്കെ ഒന്ന് അടക്കി സ്വസ്ഥമായി എവിടെയെങ്കിലൊക്കെ ഇരുന്ന് ആത്മവിചാരം ചെയ്യാൻ തുനിയും. നല്ല അറിവായിരിക്കും അവർക്ക്, പക്ഷെ അവർ അതൊന്നും പറയില്ല, തന്നിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കും അവർ. അങ്ങനെയുള്ളവരെയും നമുക്കിവിടെ കാണാം അല്ലേ? അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ ഓരോരുത്തരുടെയും വാസനയ്ക്ക് അനുയോജ്യമാണ് അവർ ഈ ലോകത്തെ കാണുന്നത് എന്നർത്ഥം. നമ്മൾ ഓർക്കണം, നമ്മൾ കാണുന്ന പ്രതിബിംബമാണ്. ഈ പ്രതിബിംബത്തിന് സത്യത്വം ബിംബത്തെ ആശ്രയിച്ച് മാത്രമാണ്. ബിംബം ഉള്ളിലാണ്, അകത്താണ്, പുറത്തല്ല. ഈ പ്രതിബിംബത്തെ സത്യമെന്ന് കരുതി പിടിക്കരുത്. പിടിച്ചാലും എന്ത് കരുതണം? പരമസത്യത്തിന്റെ പ്രതിബിംബം തന്നെയാണ് ഇതെന്ന് കരുതി പിടിച്ചോളുക. സത്യമല്ല. നമ്മൾ ഒരാളെ കുറിച്ച് അയാളുടെ ശരിയായ സ്വഭാവത്തെ അല്ലെങ്കിൽ വസ്തുതയെ അറിഞ്ഞുകൊണ്ട് നമ്മൾ അയാളോട് ഇടപഴകുമ്പോൾ നമുക്ക് അബദ്ധം വരില്ല. പക്ഷെ അയാളുടെ ശരിയായ സ്വഭാവത്തെ അറിയാതെ നമ്മൾ, ഭൗതിക ഉദാഹരണം ഇത്, നമ്മൾ അവരോട് ഇടപഴകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചതിക്കപ്പെടാം, വഞ്ചിക്കപ്പെടാം. നിഷ്കളങ്കരായ നമ്മൾ ചിലപ്പോൾ വഞ്ചിക്കപ്പെടാം അല്ലേ? അപ്പം അത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ സത്യസ്ഥിതി അറിഞ്ഞുകൊണ്ട് വേണം അതിലേക്ക് ഊളിയിട്ട് ഇറങ്ങാൻ. അത്രേ പറയുന്നുള്ളൂ. അതിനെ നമ്മളിതൊക്കെ പഠിക്കുന്നത് പോലും അതിനെ ഭയമില്ലാണ്ടാക്കുക, ധൈര്യപൂർവ്വം ഈ ലോകയാത്ര നടത്തുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഉള്ളിലുള്ള ആ കർമ്മവാസനകളെ ജ്ഞാനം കൊണ്ട് ശമിപ്പിക്കണം. അതിനായി ഇത്തരത്തിലുള്ള സത്യശ്രവണവും സത്യകഥനവും സച്ചിന്തനവും ഒക്കെ എപ്പോഴും നമുക്ക് ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്.
അപ്പോൾ നമ്മൾ ഈ ലോകത്ത് പലത് കണ്ടാൽ, പലതിൽ ഭ്രമിച്ച് സഞ്ചരിച്ചാൽ ആ ചിന്ത നമ്മളെ ജനിമരണ ചുഴിയിലേക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്യും. കാണുന്നതെല്ലാം ഒരേ ഒരു സത്യത്തിൻ്റെ പ്രകടനങ്ങൾ മാത്രമാണെന്നും തന്നിൽ നിന്നാണ് ഇതെല്ലാം ഉദ്ഭവിച്ചതെന്നും ഉള്ള സത്യത്തെ താൻ ആ പരമസത്യത്തിൻ്റെ ഒരു അംശമാണെന്നും ഒക്കെ അറിയുന്നിടത്താണ് ഒരുവന്റെ ജീവിത വിജയത്തിലേക്കുള്ള കാഴ്ച തന്നെ ആരംഭിക്കുന്നത്. അപ്പോൾ നോക്കൂ, യഥാ നിദ്രയാ പശ്യൻ, എപ്രകാരമാണോ സ്വപ്നത്തിൽ സ്വപ്നദൃശ്യങ്ങൾ കണ്ട് അനുഭവിച്ച് തന്നിലേക്ക് തന്നെ അത് ലയിപ്പിച്ചത്, അതുപോലെ എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഈ പ്രപഞ്ചവും. എപ്രകാരമാണോ സ്വപ്നത്തിൽ ദൃശ്യങ്ങൾ തന്നിലേക്ക് കണ്ട് അനുഭവിച്ച് തന്നിലേക്ക് ലയിപ്പിച്ചത്, അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയാം. അതാണ് ഈ ശരിക്കും അദ്വൈത ദീപികയിലെ 1-ാം ശ്ലോകമാണ് ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന്റെ വ്യക്തമായ വ്യാഖ്യാനം. 2 വരി കൊണ്ട് ഗുരു അതിനെ പറഞ്ഞു. ഏതാണെന്നറിയോ? പേരായിരം ഓരായികിൽ നേരിത്, മ്യൂട്ട് ചെയ്തോളൂ. ഓരായികിൽ നേരിത് കിനാവ് ഉണരും വരേക്കും നേരാം ഉണർന്നളവ് ഉണർന്നവനാമശേഷം. ഇനി അവിടെ സംശയം വരാൻ പാടില്ല. ഒരാത്തവർക്ക് ഇത് നേരാ, ഈ പ്രപഞ്ചം നേരാ. ഏതുപോലെ? സ്വപ്നത്തിൽ കണ്ടപ്പോ അനുഭവിച്ച പോലെ തന്നെ ഉള്ളൂ ഈ ജാഗ്രതയിലെ എന്ന്. കിനാവുണരും വരേക്കും നേരാം ഉണർന്നളവ് ഉണർന്നവനാമശേഷം. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ഉണർന്നവൻ മാത്രമാണ് വന്നത്, സ്വപ്ന ദൃശ്യങ്ങൾ തന്നിലേക്ക് ലയിപ്പിച്ചിട്ടാ വന്നത്. അതുപോലെ തന്നെ ജാഗ്രതും സെയിം സിറ്റുവേഷൻ, ഒട്ടും മാറ്റമില്ല. അതുകൊണ്ടാണ് എന്താ പറയാ, ഈ മഹാകുലരായിട്ട് ഇങ്ങനെ ഈ സത്യത്തെ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ അറിയാതെ മോഹാകുലരായി നടക്കുന്ന നമ്മളെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ഈ സത്യത്തെ കേൾപ്പിക്കുകയാണ്. അത് ആശാൻ പറഞ്ഞത്, മോഹാകുലരാം ഞങ്ങളെ അങ്ങേടെ അടിപ്പൂ സ്നേഹാത്മകമാം പാശമതിൽ കെട്ടിഴപ്പൂ. ഭഗവാനെ, സ്നേഹമാകുന്ന ആ പൂനൂല് കൊണ്ട് ഞങ്ങളെ പാദങ്ങളിലേക്ക് അടുപ്പിച്ച് ഞങ്ങളെ ഇരുത്തി കുളിപ്പിച്ച് മനസ്സ് തെളിയിച്ച് ഇത് കേൾപ്പിക്കുകയല്ലേ ജഗദീശ്വര നീ, അല്ലേ? ആശാൻ പറഞ്ഞു തന്നത് അതുകൊണ്ടാ. അപ്പോൾ ഗുരു ഈ സ്വപ്നത്തെ പറഞ്ഞു തന്നെ എവിടെയാണെന്നറിയോ? നെടിയ കിനാവിത് നിദ്ര പോലെ നിത്യം കെടും, ഇതുപോലെ കിനാവും ഇപ്രകാരം കെടുമതി കാണുകയില്ല, കേവലത്തിൽ പെടുമതിനാൽ അനിശം ഭ്രമിച്ചിടുന്നു. എന്തിനാ അധികം വ്യാഖ്യാനം? നോക്കൂ, നെടിയ കിനാവിത്. എൻ്റെ കുഞ്ഞെ, ഇതൊരു വലിയ സ്വപ്നമാണ്. നീ ഇതിൽ കിടന്ന് വിഷമിക്കല്ലേ, കൈകാലിട്ടടിക്കല്ലേ, ദുഃഖിക്കല്ലേ. ഈ അവസ്ഥകളെല്ലാം കടന്നു പോകും. നിനക്ക് വന്നിരിക്കുന്ന ദുഃഖാവസ്ഥകളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതൊരു സ്വപ്നമാണ്. എത്രയോ ദൃശ്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിദ്ര പോലെ നിത്യം കെടും. എപ്രകാരമാണോ ഉറങ്ങിയപ്പോൾ സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് നീ അത് മിഥ്യയാണെന്ന് കരുതി ഉണർന്നു വന്നത്, അതുപോലെ ഒരു വലിയ സ്വപ്നമാണ് നിന്റെ ഈ ലോക ജീവിതത്തിലെ ജാഗ്രത അവസ്ഥ. മനുഷ്യന്റെ ജീവിതത്തിൽ 3 അവസ്ഥ: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഈ 3 അവസ്ഥയിലൂടെ മാറി മാറി ബോധം സഞ്ചരിക്കുന്നുണ്ട്. ഈ 3 അവസ്ഥയിലും ഈശ്വര ചൈതന്യം ഉണ്ട്. അനുഭൂതി തലം വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തതിൽ ഇന്ദ്രിയങ്ങളും ശരീരവും ഒക്കെ ഉണ്ട്. 2ാമത്തെ തലത്തിൽ മനസ്സ് മാത്രമേ ഉള്ളൂ. 3ാമത്തെ തലത്തിൽ, സുഷുപ്തി തലത്തിൽ, മനസ്സും കൂടി ഇല്ല. നോക്കൂ, അപ്പോൾ ഒരേ ആത്മസ്വരൂപം തന്നെയാണ് ഈ 3 അവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്നതെങ്കിൽ ഒരവസ്ഥയായ ആ അവസ്ഥകളിൽ ഒന്നായ ജാഗ്രത കിടന്ന് നീ എന്തിനാ ഇത്ര ദുഃഖിക്കണേ? അല്ലേ? നീ എന്തിനാ ഈ ജാഗ്രതയിൽ പെട്ട് കിടക്കണത്? അതാണ് കേവലത്തിൽ പെടും. ഈ 3 അവസ്ഥകളിൽ ഒന്നായ ജാഗ്രത അവസ്ഥയിൽ മാത്രം നീ പെട്ടുപോയിരിക്കുന്നു. അതുമാത്രം നീ എന്തിനാ സത്യമാണെന്ന് കരുതണത്? അതുകൊണ്ടല്ലേ നീ അനിശം എപ്പോഴും നീ ഭ്രമിച്ച് ദുഃഖിക്കുന്നത്. ഒരു അച്ഛൻ മക്കളോട് പറയണ പോലെ പറഞ്ഞു തന്നത്, മോനെ, നീ സ്വപ്നം കണ്ടിട്ട് എഴുന്നേറ്റപ്പോൾ നീ എന്താ പറഞ്ഞത്? ഒരാൾ മരിച്ചത് കാണോ? നമ്മൾ കുറച്ചു നേരം വിഷമിച്ചോ? സ്വപ്നമല്ലേ, അല്ലേ?
ഇനി അങ്ങനെങ്ങാനും വരുമോ എന്നൊക്കെ ഒരു ചെറിയ പേടിയുണ്ടാവും. പക്ഷെ നമ്മളിത് സ്വപ്നമല്ലേ, തള്ളിക്കളഞ്ഞു. അതുപോലെ തന്നെയാണ് 80ഓ 70ഓ 100ഓ അല്ലെങ്കിൽ 10ഓ 15ഓ എത്രയാകട്ടെ, ഓരോരുത്തരുടെ വാസനയ്ക്ക് അനുയോജ്യമായാണ് പ്രാരബ്ധ ശരീരം വന്നിരിക്കുന്നത്. നമുക്കറിയില്ല ഇനി എത്ര ആണ് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതെന്ന്. രാമായണമൊക്കെ പറഞ്ഞ പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു, അല്ലേ? കാലമാകുന്ന സർപ്പം വിഴുങ്ങിയിരിക്കുക നമ്മള്. കാലം നമ്മളെ വിഴുങ്ങി 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 എവിടം വരെയാണ് വിഴുങ്ങിയിരിക്കുന്നതെന്നറിയില്ല. ഇനി കാല് എത്തിയിട്ടുള്ളോ, ഇനിയും കുറേ ഇങ്ങോട്ട് നടന്ന് നമ്മൾ ജീവിക്കുമോ, ഇനി തല വരെ എത്തിയോ, അല്ലെങ്കിൽ നമ്മുടെ അറ്റം വരെ എത്തിയിട്ടുണ്ടോ, ഈ വിഴുങ്ങൽ എവിടം വരെ എത്തിയിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല. കാലമാകുന്ന അഹി വിഴുങ്ങിയിരിക്കുന്ന നാം ആലോല ചേതസ, ഭയങ്കര ആലോല ചിത്തരായിക്കൊണ്ട് വീണ്ടും വീണ്ടും ഭോഗങ്ങൾ എടുക്കുവാൻ തത്പര്യരായി നടക്കുകയാണ്. തിരിയാ ലോകരഹസ്യമേ തുമേ, ഈ ലോകരഹസ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല നാം. അപ്പോൾ അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് നെടിയ കിനാവിത്. ഇത് വലിയൊരു സ്വപ്നമാണ് കുഞ്ഞെ, ദീർഘ സ്വപ്നം. ഗുരുക്കന്മാരെല്ലാം ഇതാ ഉപദേശിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പൊ രാമായണം പറയുമ്പോൾ ശ്രീരാമചന്ദ്രൻ നടക്കുന്ന വഴികളിലെല്ലാം ഓരോരുത്തരെ കണ്ടുമുട്ടുമ്പോഴും ശ്രീരാമൻ ഉപദേശിച്ചു കൊടുക്കുന്ന ഉപദേശങ്ങൾ തൻ്റെ ഗുരുവായ വസിഷ്ഠനിൽ നിന്ന് കിട്ടിയ ഉപദേശമാണ്. യോഗവാസിഷ്ഠം 32,000 ശ്ലോകങ്ങളുണ്ട്. വാത്മീകി രാമായണം 24,000 ആണെങ്കിൽ 32,000 ശ്ലോകങ്ങൾ കൊണ്ട് യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠൻ തൻ്റെ ശിഷ്യനായ ശ്രീരാമന് ജ്ഞാനം ഉപദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്ര വിരക്തി വന്നത്. അതുകൊണ്ടാണ് അനുജനെ അത്രയും ശാന്തനായി ഉപദേശിക്കാൻ പറ്റിയത്. അതിനാണ് പോകുന്ന വഴിക്കൊക്കെ മോക്ഷം കൊടുത്തുകൊണ്ടും സത്യം ഉപദേശിച്ചുകൊണ്ടും പോയത്. ഏറ്റവും വനവാസ ജീവിതം ഇഷ്ടപ്പെട്ടത്, അല്ലേ? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം എന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുപോലെ വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഗമുണ്ട്. ദീർഘസ്വപ്നമിമം വിധി നെടിയ കിനാവിത് എന്ന് ഗുരു പറഞ്ഞത്. അവിടെ യോഗവാസിഷ്ഠൻ ഇങ്ങനെയാ പറഞ്ഞത്, ഇത് ദീർഘസ്വപ്നമിമം വിധി, ഇത് നീളമുള്ള ഒരു സ്വപ്നമാണ് കുഞ്ഞെ. ദീർഘം വാ ചിത്തവിഭ്രമഃ, അല്ലെങ്കിൽ നിനക്ക് കുറേ കാലത്തേക്ക് നിന്റെ മനസ്സിനൊരു വിഭ്രമം വന്നതാണ് ഈ പ്രപഞ്ചം. ദീർഘം വാ മനോരാജ്യം, അല്ലെങ്കിൽ നീ ഒരു സ്വപ്നം കണ്ടതാ. കണ്ട സംസാരം രഘുനന്ദന, കണ്ട ഉപദേശിക്കുക. ഈ പ്രപഞ്ചം ജനിമരണ കടലോട് കൂടിയ ഈ പ്രപഞ്ചം ഒരു നീണ്ട സ്വപ്നമാണ് രഘുനന്ദന. ആ വാസനയുടെ വേര് വരെ കത്തിച്ചു കളയോ നീ. ഇതാണ് ഗുരു ഉപദേശിക്കുന്നത്. ഇതാണ് ഗുരുക്കന്മാർ നമ്മളോട് ഉപദേശിച്ച് തരുന്നത്. ഇവിടെ കിടന്ന് കളിച്ചു കുളയ്ക്കുന്ന നമ്മോട് ഉപദേശിക്കുന്നത് നീ സത്യത്തിലേക്ക് സഞ്ചരിച്ച് രക്ഷപ്പെടൂ എന്നാണ്. അപ്പോൾ നെടിയ കിനാവിത് എന്നുള്ളത് പഠിച്ചു വെക്കണം ഈ ശ്ലോകം പഠിക്കുമ്പോൾ കേട്ടോ. നെടിയ കിനാവിത് നിദ്ര പോലെ നിത്യം കെടും. ഈ ജാഗ്രതും സ്വപ്നം പോലെ എന്നും ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു. എന്നും ഉണ്ട് ജാഗ്രത്. അതിൽ നിന്ന് സ്വപ്നത്തിലേക്ക് കിടക്കും, അതിൽ നിന്ന് നിദ്രയിലേക്ക് കിടക്കും, വീണ്ടും ജാഗ്രതയിൽ വരും, വീണ്ടും സ്വപ്നത്തിൽ വരും. സ്വപ്നം എന്നും ഉണ്ടാവണമെന്നില്ല, പിന്നെ സുഷുപ്തിയിലേക്ക് വരും. എന്നാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തിക്ക് അതീതമായ ആ തുരീയാനുഭവത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അതിലെത്തിയാൽ പിന്നെ നമുക്ക് തിരിച്ചൊരു റിവേഴ്സ് ഇല്ല. ജാഗ്രത സ്വപ്ന സുഷുപ്തിയിലൂടെ നമ്മൾ കടന്ന് ദുഃഖം അനുഭവിക്കില്ല. അപ്പോൾ കെടുമതികളാകരുത്. കെടുമതി കെടുമതി എന്ന് പറഞ്ഞാൽ സത്യമറിയാത്ത മായാമോഹിതരായ മോഹാകുലരായ നമ്മൾ ഈ ജാഗ്രതയിൽ തന്നെ 3 അവസ്ഥകളിൽ ഒന്നായ ജാഗ്രതയിൽ മാത്രം ഇങ്ങനെ ഭ്രമിച്ചിരിക്കുന്നത് കൊണ്ടാണ്, അത് സത്യമെന്ന് കരുതുന്നത് കൊണ്ടാണ് ഈ ലോക ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്നത്. വരുന്ന അവസ്ഥകൾ ഓരോന്നും തരണം ചെയ്ത് പോട്ടെ. തരണം ചെയ്യാനുള്ള ഒരു ശക്തിവിശേഷവും നമ്മളിൽ തന്നെ ഈശ്വരനായി തെളിയുന്നുണ്ട്. എത്രയോ അനുഭവങ്ങളിലൂടെ കടന്നുപോയി, അല്ലേ? ആ വിശക്കുന്ന സമയത്തും എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കഴിക്കാൻ. പണമില്ലാത്ത സമയത്തും ആരെങ്കിലുമൊക്കെ അല്പം ധനമായിട്ട് അടുത്ത് വന്നിട്ടുണ്ടാവും. ജോലിയില്ലാതെ വിഷമിച്ച സമയത്തും ആരെങ്കിലുമൊക്കെ ഒരു സഹായിച്ചിട്ടുണ്ടാവും നമ്മളെ, അല്ലേ? ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ മനസ്സ് നൊന്ത് ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ നമ്മളിൽ തന്നെയാണ് വിളി കേൾക്കുന്നതെന്നും അവിടുന്ന് തന്നെയാണ് പരിഹാരങ്ങൾ ഉണ്ടാവുന്നതെന്നും ഒക്കെയുള്ള വലിയൊരു അറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ആ അറിവാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എനിക്കാരുമില്ലേ, ഞാൻ ഒറ്റയ്ക്കാണേ, ഞാൻ ദുഃഖത്തിൻ്റെ ഒരു ഭണ്ഡാരമാണേ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ഗുരു നമ്മളോട് പറഞ്ഞു, നീ സുഖസ്വരൂപമാണ്, നിന്നിൽ ദുഃഖമില്ല.
എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതൊക്കെ നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒത്തിരി 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 പ്രചോദനമാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, സ്വപ്നത്തിൽ നമ്മൾ വെള്ളപ്പൊക്കം കണ്ടപ്പോൾ ആ വെള്ളപ്പൊക്കം നമ്മളെ മാത്രമേ നനച്ചുള്ളൂ, വേറെ ആരെയും നനച്ചില്ല. സ്വപ്നത്തിൽ കാട്ടുതീ കണ്ടെന്ന് വെച്ചോ, ആ കാട്ടുതീ നമ്മളെ മാത്രമേ കത്തിച്ചുള്ളൂ, വേറെ ആരെയും കത്തിച്ചില്ല. സ്വപ്നത്തിൽ നിന്ന് കണ്ട കാഴ്ചകൾ അനുഭവിച്ച് തന്നിലേക്ക് ലയിച്ച് അത് സത്യമാണെന്ന് കരുതി അതിലേക്ക് ലയിച്ച് നമ്മൾ ഉണർന്നു വരുന്നത് പോലെ ഈ പ്രപഞ്ച ദൃശ്യങ്ങളും നമ്മിൽ നിന്ന് തന്നെ ഉണ്ടായി നമ്മിൽ നിലനിന്ന് നമ്മിലേക്ക് തന്നെയാണ് ലയിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ മായാഭ്രമം മൂലം നമുക്ക് സ്വപ്നം പുറത്താണെന്ന് പോലെ എപ്രകാരമാണോ തോന്നിയത്, സത്യം അറിയാത്തത് കൊണ്ട് നമ്മൾ സ്വപ്നം കണ്ട സമയത്ത് നമുക്ക് ആ സമയത്ത് സ്വപ്നം പുറത്താണെന്നത് പോലെയാണ് തോന്നിയത്. അതുപോലെ തന്നെ അകത്തുള്ള ആ പ്രപഞ്ചത്തെയാണ് നമ്മൾ പുറത്തെന്നതുപോലെ കാണുന്നത്. ജ്ഞാനോദയം ഉണ്ടാകുമ്പോൾ, പ്രബോധ സമയേ ജ്ഞാനോദയം ഉണ്ടാകുമ്പോൾ തൻ്റെ സ്വാത്മാനമേവ, തൻ്റെ ആത്മാവ് തന്നെയാണ് ആ സത്യമെന്ന്, ആ അദ്വൈത സത്യമെന്ന്, ജ്ഞാനോദയം ഉണ്ടാകുമ്പോൾ തൻ്റെ ആത്മാവ് തന്നെയാണ് ആ അദ്വൈത സത്യമെന്ന് നേരിട്ടറിയുവാൻ സഹായിക്കുന്ന ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയാം. അത് ആ ലാസ്റ്റ് വരി ഒന്ന് നോക്കിക്കോട്ടോ. പ്രബോധ സമയേ യഹ, യാതൊരുവനാണോ, പ്രബോധ അന്വയത്തിന്റെ ഭാഗം നോക്കിയാൽ മതി. എന്നിട്ട് അർത്ഥം നമ്മൾ എഴുതി വെച്ചേക്കുന്നതുമായിട്ടൊന്ന് നോക്കി അതിന്റെ വ്യാഖ്യാനം നോക്കിയാൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞു. യഹ, യാതൊരുവനാണോ, പ്രബോധ സമയേ, സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ എന്നും അല്ലെങ്കിൽ സത്യസാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ എന്നും അർത്ഥം പറയാം അല്ലെ. പ്രബോധ സമയേ, സത്യസാക്ഷാത്കാരത്തിലേക്ക് ഉണരുമ്പോൾ, സ്വാത്മാനമേവാദ്വയം, സ്വാത്മാനം തൻ്റെ ആത്മാവ് മാത്രം. എങ്ങനെയുള്ള ആത്മാവ്? അദ്വയം, രണ്ടില്ലാത്ത ഏകത, ഏകവും അദ്വിതീയവുമായ സ്വാത്മാനം, തൻ്റെ ആത്മാവ് മാത്രമാണ് സത്യമെന്നറിയും. അതിന് നമുക്കിപ്പോൾ ബോധോദയം ഉണ്ടാകാത്തത് കൊണ്ട് നമ്മളിത് വായിച്ചൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിയുടെ തലത്തിലൊക്കെ പഠിച്ച് എഴുതിയൊക്കെ വെക്കും. അപ്പോൾ നമുക്ക് ചിരി വരും. എന്താ എഴുതണേ, നമ്മൾ അനുഭവിക്കുന്ന കാര്യം നമ്മൾ കാണാപ്പാടം പഠിച്ച് എഴുതുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിൽ തന്നെ ഉള്ള സത്യത്തെ നമുക്ക് പഠിക്കേണ്ടി വരണോ, നമുക്ക് വായിച്ചിട്ട് മനസ്സിലാകാതെ വരുന്നു. അവിടെയാണ് നമ്മുടെ അജ്ഞാനം ഇരിക്കുന്നത്. ആ അജ്ഞാനത്തെ മാറ്റാനാണ് നമ്മൾ ഈ മന്ത്രങ്ങൾ കൊണ്ട് തന്നെ ഗുരുവിനെ സ്തുതിക്കുന്നത്. അപ്പോൾ യഹ, യാതൊരുവനാണോ, പ്രബോധ സമയേ, സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ അല്ലെങ്കിൽ സത്യസാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ, സ്വാത്മാനമേവ അദ്വയം, അദ്വയം സ്വാത്മാനം ഏവ, ഏകവും അദ്വിതീയവുമായ സ്വന്തം ആത്മാവ് തന്നെ, സ്വന്തം എന്നൊന്നും പറയാൻ പാടില്ല, ആത്മാവ് തന്നെ, ആത്മാവ് ഒന്നേ ഉള്ളൂ, അതിന് സ്വാർത്ഥതയൊന്നുമില്ല, ഏകവും അദ്വിതീയവുമായ ആത്മാവ് തന്നെയാണ് സത്യമെന്ന് സാക്ഷാത്കുരുതേ, അനുഭവിക്കാൻ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ. ഈ സത്യത്തെ എനിക്ക് നേരിട്ടറിയാൻ സാധ്യമല്ല. അനുഭവിച്ച ഒരു ഗുരു നമ്മളെ ആ അനുഭവത്തിലേക്ക് നയിക്കണം. അതിന് നമ്മൾ ഗുരുവിൽ ശരണാഗതി ചെയ്തിരിക്കുന്നവരാണ്. അപ്പോൾ പറയാണ്, അങ്ങനെയുള്ള സത്യത്തെ എനിക്ക് അനുഭവിക്കാൻ എന്നെ സഹായിക്കുന്ന, സത്യസാക്ഷാത്കാരത്തിലേക്ക് എന്നെ നയിക്കുന്ന ശ്രീ ഗുരുമൂർത്തയേ, തസ്മൈ എന്ന് പറഞ്ഞ ഗുരുവിനായിക്കൊണ്ട് എന്ന് അർത്ഥമാണ്. ഇവിടെ സഹായം എന്നുള്ള ശബ്ദത്തിന്റെ ചതുർത്ഥി വിഭക്തിയാണ് തസ്മൈ. സഹാ തൗ തേ തം തൗ താൻ തേന താഭ്യാം തേഹി തസ്മൈ താഭ്യാം തേഭ്യഹ അല്ലെ. അപ്പൊ അവൻ എന്നുള്ള ശബ്ദത്തിന്റെ ചതുർത്ഥി വിഭക്തി ഏകവചനാണ് തസ്മൈ. ഗുരുമൂർത്തയേ, മൂർത്തിഹി എന്നുള്ളതിന്റെ ചതുർത്ഥിയാണ് മൂർത്തയേ, ഗുരവേ, ഗുരുഹു എന്നുള്ളതിന്റെ ചതുർത്ഥിയാണ് ഗുരവേ, ദേവഹ എന്നുള്ളതിന്റെ ചതുർത്ഥിയാണ് ദേവായ, ദേവി എന്നുള്ള അതിന്റെ ചതുർത്ഥിയാണ് ദേവ്യൈ, ഭദ്രകാളിയൈ അല്ലെ, സ്ത്രീലിംഗ ശബ്ദമാണ്. ശാരദാംബികായൈ, ശാരദാംബിക ചതുർത്ഥി ശാരദാംബികായൈ അല്ലേ. അതുപോലെ തസ്മൈ ഐക്കൊണ്ട് ചതുർത്ഥി 4 എന്നുള്ള അർത്ഥമാണ്. ആ ശ്രീ ഗുരുമൂർത്തയേ തസ്മൈ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെയുള്ള പരമഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. അങ്ങനെയുള്ള പരമഗുരുവിനായിക്കൊണ്ട്. എങ്ങനെയുള്ള പരമഗുരു? ആ സത്യത്തിലേക്ക്, ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉണരുമ്പോൾ തൻ്റെ ആത്മാവ് തന്നെയാണ്
ആ ഏകമായ സത്യമെന്ന് എനിക്ക് അനുഭവിച്ചറിയാൻ എന്നെ സഹായിക്കുന്ന, എന്നെ ആ സത്യത്തിലേക്ക് നയിക്കുന്ന ആ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ഈ സത്യത്തിലേക്ക് എത്തുമ്പോൾ ദക്ഷിണാമൂർത്തിയും ഭക്തനും ഒന്നായി കാണുന്ന കാഴ്ച. അതുകൊണ്ടാണ് സഹനാവവതു, ഒരുമിച്ച് രക്ഷിക്കണേ, സഹനോ ഭുനക്തു, അല്ല, ഗുരു ശിഷ്യന് ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്. സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു, അല്ലേ, നഹ അവധീതം തേജസ്വിനൗ അസ്തു, ഞങ്ങളാൽ അവധീതമായതെല്ലാം പ്രകാശിക്കണേ, ഒരുമിച്ച് പ്രകാശിക്കണേ ഞങ്ങളിൽ, ഞാൻ വേറെ നീ വേറെ എന്നില്ല. ശിഷ്യനും ഗുരുവും സാക്ഷാത്കാര സമയത്ത് ഒന്നായി മാറുന്ന അനുഭവം. അതാണ് ത്വംഹി ബ്രഹ്മ. നമ്മൾ പറയാറില്ല, ഗുരു സാക്ഷാത് പരബ്രഹ്മ എന്ന് പറഞ്ഞ് നമ്മൾ ഏഴയായിട്ട് ഗുരുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഗുരു നമ്മളോട് എന്താ പറഞ്ഞത്? ബ്രഹ്മവിദ്യാ പഞ്ചായത്തിലെ ത്വംഹി ബ്രഹ്മ. നമ്മൾ പറയും ഗുരു ബ്രഹ്മ എന്ന് പറയുമ്പോൾ ഗുരു നമ്മളോട് എന്തു പറയും? നീയും ബ്രഹ്മം തന്നെ, ത്വംഹി ബ്രഹ്മ. നീ ഇന്ദ്രിയോ മനസ്സോ ബുദ്ധിയോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ല, അതൊക്കെ നിന്നിൽ ചേർത്ത് വന്നതാ. എൻ്റെ യഥാർത്ഥ സ്വരൂപം ബ്രഹ്മസ്വരൂപമാണ്. ഇതാണ് ഒരു ജ്ഞാനഗുരു നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്ന. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ശ്രീ ഗുരുമൂർത്തയെ ആ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ പരമസത്യം തന്നെയാണ് ഗുരു. സത്യം സാക്ഷാത്കരിച്ചവനും അതേ ചൈതന്യം തന്നെ ആയവന് മാത്രമാണ് പരമസത്യത്തെ ഉപദേശിച്ചു കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ നിരന്തരമായ ഈശ്വരൻ നിങ്ങളെയൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് പോലെ നിരന്തരമായ സാധന, അല്ലേ, ആ സാധന കൊണ്ട് മനോമാലിന്യങ്ങളൊക്കെ അകറ്റി ആ പരിശുദ്ധമാക്കിയവർക്ക് മാത്രമേ അതിലൂടെ സഞ്ചരിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഒത്തിരി പുണ്യപ്രവൃത്തികളിലൂടെ, ഒത്തിരി കുഞ്ഞുമക്കളിലൂടെ എത്ര കൃപ കാണിക്കുന്നവരാ ഇതിലിരിക്കുന്നവർ, എത്രയോ കൃപ ഒഴുകുന്നവരാ, അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒഴുകുന്നത്? ഈ സത്യത്തെ അറിഞ്ഞ്, പരമഗുരുവിനെ അറിഞ്ഞ് സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ സമൂഹത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി അല്ലാതെ മറ്റപരനു വേണ്ടി അഹർനിശം കൃപണത വിട്ട് കൃപാലുവായി മാറാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നേരാം വഴി കാട്ടുന്ന ഗുരു, ആ ഗുരുവിന് മാത്രമാണ് സത്യസാക്ഷാത്കാരത്തിലേക്ക് നമ്മെ സഹായിക്കാനായിട്ട് സാധിക്കുന്നത് എന്നറിയണം. അപ്പോൾ ശരിയായ ആചാര്യൻ്റെ, ആ ബോധാചാര്യൻ്റെ ആ ചെങ്കമലത്തിലേക്ക് നമ്മളെ അർപ്പിക്കുമ്പോൾ ആ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് സംശയമില്ലാതെ, സങ്കോചമില്ലാതെ, സ്പഷ്ടമായിട്ട്, സരളമായിട്ട് ശാസ്ത്രത്തിൻ്റെ അന്തരാർത്ഥങ്ങൾ ഗ്രഹിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഒരു ജ്ഞാനഗുരു നമ്മളിൽ ഉണ്ടാവണം, പ്രകാശിക്കണം. ആ ബോധാചാര്യൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള ആ ഒരു സംശയങ്ങളും ഇല്ലാതെയാക്കിയിട്ട് മനസ്സിനെ തെളിയിച്ചെടുക്കാൻ സാധ്യമാകുകയുള്ളൂ. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ 10 ശ്ലോകങ്ങളിലും അവസാനത്തെ വരി ഇതാണ്. അപ്പോൾ 3 വരി എല്ലാ ശ്ലോകത്തിലും പഠിച്ചാൽ മതി. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ഓരോ നാലാമത്തെ വരിയിലും ദക്ഷിണാമൂർത്തിക്ക് ഇത് സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പരബ്രഹ്മം തന്നെയാണ് ഗുരു. ഗുരു എന്ന തത്വത്തെ പരബ്രഹ്മം തന്നെയായിട്ട് നമ്മൾ എടുക്കണം. അത് തന്നെയാണ് ആ ദക്ഷിണാമൂർത്തിയായി സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത്. കൈലാസ ശിഖരങ്ങളിൽ ഋഷിമാർക്കും മഹർഷിമാർക്കുമൊക്കെ ജ്ഞാനോപദേശം ചെയ്യുന്നത് ഇതുപോലെ ദക്ഷിണാമൂർത്തി രൂപത്തിൽ ഇരുന്നു കൊണ്ടാണ് പരബ്രഹ്മം. അപ്പോൾ അതുപോലെ ഒരു നമഃ ശബ്ദം പറയുന്നുണ്ട്. ഈ ശ്രീ ഗുരുമൂർത്തയേ നമഃ, നമസ്കാരം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ചുമ്മാ വെറുതെ കുറിച്ച് വെച്ചു. നമ്മളൊക്കെ ഗുരു അന്ന് ചോദിച്ച പോലെ നന്നായി പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ മറന്നു പോകും ഗുരു അന്ന്, അല്ലേ. ശിഷ്യന്മാർ പറയും നമ്മളും അതുപോലെ മറന്നു പോകുന്നവരാ. ശ്രദ്ധ വേണം എന്ന് ഗുരു പറയുമ്പോൾ നമ്മൾ പറയും മറന്നുപോയി, അല്ലേ. അപ്പം അതുകൊണ്ട് നമഃ സംസ്കൃതത്തിലെ പ്രശസ്തമായ ഒരു അഭിവാദന രീതിയാണ് നമഃ. നമഃ പിന്നെ വിസർഗം. അതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ അഗ്നിയിൽ ഹവിസ്സുകൾ അർപ്പിക്കുമ്പോൾ, നമ്മൾ ഹോമമൊക്കെ ചെയ്യുന്നവരാണ്, ഹവിസ് അർപ്പിക്കുമ്പോൾ എല്ലാവരും ചൊല്ലുന്ന ആ പ്രശസ്തമായ ഒരു വേദമന്ത്രമുണ്ട്. അതിൽ നിന്ന് വന്നതാണ് നമ എന്ന പദം. അഗ്നിയിൽ ഹവിസ് അർപ്പിക്കുമ്പോൾ എല്ലാവരും ചൊല്ലുന്ന ഒരു വേദമന്ത്രം എന്താണെന്നറിയോ? അഗ്നേ ഇതം നമമ. നമ്മൾ അങ്ങനെയല്ലേ ഹോമം ചെയ്യണത്? ഇതെൻ്റേതല്ല, ഇത് ഞാനല്ല, കണ്ണുകൊണ്ട് കണ്ടത് ഞാനല്ല, കേട്ടത് ഞാനല്ല, ചിന്തിച്ചത് ഞാനല്ല, അല്ലേ. അവസാനം ഈ അർപ്പിക്കുന്ന ഞാനും ഞാനല്ല,
നീ തന്നെയാണ്, ഒന്നായി മാറുകയാണ് അവിടെ. അതുപോലെ അഗ്നേ, അല്ലയോ അഗ്നേ, ഇതം ന മമ, ഇതെൻ്റേതല്ല കേട്ടോ. ഒരു എള്ളെടുത്തിട്ട് ഇതെൻ്റേതല്ല കേട്ടോ, ഇതെൻ്റേതല്ല, ഇത് ഞാനാണ്, ഇത് എടുത്തിട്ട് എനിക്ക് ഇങ്ങതാന്നല്ല ചോദിക്കണേ. അതാണ് ഹോമം. ഓരോ നിമിഷവും നമ്മൾ ആ ഈശ്വരനിലേക്ക് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സമർപ്പിക്കലാണ് ഹോമമന്ത്രം. അപ്പോൾ ഇവിടെ പറയാണ് അഗ്നേ ഇതം ന മമ എന്ന സമർപ്പണ മന്ത്രത്തിൽ ന മമ, അഗ്നേ ഇതം, ഇത്, ന മമ എൻ്റേതല്ല, അത് എഴുതി വെക്കണം കേട്ടോ. അഗ്നേ ഇതം ന മമ, ഇത് വിളിച്ച സംബോധനയായിട്ട് ഇത് എൻ്റെ അല്ലട്ടാന്ന് പറഞ്ഞാൽ കൊടുക്കണത്. ഗുരു നമ്മൾ അങ്ങനെയല്ലേ പഠിപ്പിച്ചത്, കണ്ണുകൊണ്ട് കണ്ടതും ചിന്തിക്കുന്നതും എടുക്കുന്നതും എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലേ കൊടുക്കണേ. അപ്പൊ ഇതുപോലെ ഇതെന്ന മമ, ഇതെൻ്റേതല്ല. അപ്പോൾ ന മമ എന്ന് ദീർഘകാലമായി ന മമ ന മമ ന മമ എന്ന് പ്രയോഗിച്ച് അതിലെ ഒരു മാ വിട്ടുപോയി. അങ്ങനെയാണ് നമ എന്ന് ഹ്രസ്വമാക്കപ്പെട്ടതാണെന്ന് ആചാര്യന്മാർ പറയപ്പെടുന്നു. മമ എന്നുള്ളത് ദീർഘകാലത്തെ പ്രയോഗം കൊണ്ടാണ് നമ എന്നായത്. അപ്പൊ മമ്മയ്ക്ക് അർത്ഥം എന്താ? ഞാൻ തൊഴുമ്പോൾ ഞാനല്ലട്ടോ, നീയാ സത്യം, എൻ്റേതല്ലട്ടോ എന്നാണ് ഈ നമസ്കാരത്തിന്റെ അർത്ഥം. ഗുരുവിനെ നമസ്കരിക്കുമ്പോൾ ഭഗവാനെ അങ്ങ് തന്നെയാണ് ഞാനില്ല അവിടെ, അല്ലേ? അപ്പൊ മമ എന്ന് പറഞ്ഞ് ഇത് എൻ്റേതല്ല എന്ന ആ ദീർഘകാല പ്രയോഗം കൊണ്ട് ഉണ്ടായതാണ്, അല്ലെ? അപ്പോൾ നമ എന്ന് ഹ്രസ്വമാക്കപ്പെട്ടതാണ് എന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതം ന മമ എന്ന് എഴുതുന്നത്. അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതം തന്നെ നിരന്തരമായൊരു ഹോമമാണല്ലോ. ജനിച്ചപ്പോൾ എരി കത്തിച്ചപ്പോൾ മുതല്, വിശക്കുമ്പോൾ അപ്പ ആഹാരമായി എരിയിലേക്ക് ഇട്ടുകൊടുക്കുന്നത് മുതല്, അവസാനം ഇത് വീഴുമ്പോൾ ഇത് കൊണ്ട് ആ അന്തിമ എരിയിലേക്ക് വയ്ക്കുന്നത് വരെ നിരന്തരമായ ഹോമമാണ് നമ്മുടെ ജീവിതം, അല്ലേ? അപ്പോൾ ഓരോ നിമിഷവും നാം നമ്മളെ തന്നെ ജഗദീശ്വരനിലേക്ക് സമർപ്പിച്ചു കൊണ്ട് വേണം ജീവിക്കാനായിട്ട്. അപ്പോൾ എന്താണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ? ജഗദീശ്വരന്റെ പാദകമലങ്ങളിൽ സമ്പൂർണമായി, എന്താ നമസ്കാരം? ജഗദീശ്വരന്റെ ആ പാതാര ബിന്ദങ്ങളിലേക്ക് സമ്പൂർണമായി തന്നെ സമർപ്പിക്കുകയും ഭഗവാനുമായിട്ടുള്ള ഐക്യം അനുഭവിച്ച് അറിയുകയും ചെയ്യുക എന്നതാണ് നമസ്കാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ജഗദീശ്വരന്റെ പാദകമലങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുകയും, നമസ്കാരം എപ്പോഴും പഠിക്കണം, നമ്മൾ എപ്പോഴും നമസ്കാരം പറയുന്ന വാക്കാ, നമായും നമ്മൾ പറയുന്ന വാക്കാ. ജഗദീശ്വരന്റെ പാദകമലങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുകയും ഭഗവാനുമായുള്ള ഐക്യം അനുഭവിച്ചറിയുകയും ചെയ്യുക എന്നതാണ് നമസ്കാരം. ഗുരു പറഞ്ഞില്ലേ, ദൈവമേ നിനയ്ക്ക നീയും ഞാനും ഒന്നു തന്നെയെന്നു കൈവരുന്നതിന്നിതെന്നി അടിയനില്ല കാംക്ഷിതം. ശൈവമൊന്നൊഴിഞ്ഞു മറ്റുമുള്ളതൊക്കെ അങ്ങുമിങ്ങുമായി വലഞ്ഞുഴന്നിടുന്ന വഴിയതും നിനക്കിൽ നീ മാത്രമേ ഉള്ളൂ. നിന്നിലേക്കുള്ള വഴിയാണ് യഥാർത്ഥ വഴി എന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മളിതിന്റെ ജഗദീശ്വരന്റെ പാദകമലങ്ങളിൽ സമ്പൂർണമായി തന്നെ സമർപ്പിക്കുകയും സമ്പൂർണമായി ഭഗവാനുമായുള്ള ആ ഐക്യത്തെ അനുഭവിച്ചറിയുക. അതുകൊണ്ടാണ് ഞാൻ ദൈവമേ നിനയ്ക്കാന്ന് പറഞ്ഞത്. ഭഗവാനുമായുള്ള ഐക്യത്തെ അനുഭവിച്ചറിയുകയും ചെയ്യുക എന്നുള്ളതാണ് സാക്ഷാത്കാരം. അപ്പൊ നോക്കണം, ആരാണോ ജ്ഞാനോദയ സമയത്ത് അത് തന്നെയാണ് തൻ്റെ സ്വരൂപം എന്ന് ആ ഏകതയെ സാക്ഷാത്കരിക്കുന്നത്, ആരാണോ ജ്ഞാനോദയ സമയത്ത് അത് തന്നെയാണ് തൻ്റെ സ്വരൂപം, ഗുരു തന്നെയാണ് താൻ പ്രപഞ്ചമായി കണ്ടതെല്ലാം തന്നിൽ നിന്ന് വന്നതാണ്, അതൊന്നാണ്, താനല്ലാതെ മറ്റൊന്നുമല്ല. ജ്ഞാനോദയ സമയത്ത് അത് തന്നെയാണ് തൻ്റെ സ്വരൂപം എന്ന് ആ രണ്ടില്ലാത്ത ഏകതയെ, അദ്വൈതത്തെ സാക്ഷാത്കരിക്കുന്നത്, തന്നെയാണ് സാക്ഷാത്കരിക്കുന്നത്. അവിടെ എഴുതി വെച്ചു, അയം ആത്മാ ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവത്തിലെത്തുവാണ്. ഗുരുവും ശിഷ്യനും ഒന്നായി മാറുന്നു. അയമാത്മാ ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവത്തിലുണ്ടാവുന്നു. അതാണ് സ്വാത്മാനമേവാദ്വയം എന്ന് പറഞ്ഞത്. ശിഷ്യൻ ദക്ഷിണാമൂർത്തിയായി ഗുരുവായി സ്വയം മാറുകയാണ്. നമ്മൾ പറയാറില്ലേ, ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്നുള്ള അനുഭവം. ആകുമെന്നല്ല പറഞ്ഞത്, അതാണ് എന്നാ പറഞ്ഞത് കേട്ടോ. ആദ്യം പുറത്ത് നമസ്കരിക്കുന്നു, പിന്നെ
ആ ആ പുറത്തെ വസ്തുക്കളെ കണ്ട് 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 നമ്മൾ എന്ത് സത്യം മനസ്സിലാക്കുന്നു? പുറത്തു വന്നത് തൻ്റെ ഉള്ളിൽ നിന്നാണെന്നും എല്ലാം ഒന്നാണെന്നും ആ ഗുരുവും താനും ഒന്നായി മാറുന്ന ആ അദ്വൈതത്തിലേക്ക് നമ്മൾ എത്തുന്നു. ഇനി നമുക്ക് എന്താണ് ഗുരുസ്വരൂപം എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഇത് ശങ്കര ഭഗവത്പാദരുടെ കൃതികളൊക്കെ നോക്കുമ്പോൾ സത്യത്തിലെ ആ ആചാര്യനെ സ്തുതിച്ചുകൊണ്ട് വിവേക ചൂടാമണി രചിക്കുമ്പോഴും അതുപോലെ തന്നെ സർവവേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹമൊക്കെ രചിക്കുമ്പോൾ പരമസത്യത്തെ പറയുമെങ്കിലും തൻ്റെ ജ്ഞാനഗുരുവിനെ വന്ദിക്കുന്ന അവസ്ഥ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശങ്കരഗുരുവിൻ്റെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൻ്റെ 1-ാം ശ്ലോകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം, ഈ ചരൈവേദി അല്ലേ, അങ്ങ് കാശ്മീര് വരെ നടന്നു, ഈ അദ്വൈതത്തെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് നടന്നത്. അപ്പോൾ ഇനി നടപ്പിനിടയിൽ ആദ്യം തൻ്റെ ഗുരുവിനെ തേടി നടക്കുന്നുണ്ട്. മധ്യപ്രദേശിലെ ആ നർമ്മദാ തീരത്തുള്ള ആ ഓങ്കാരനാഥത്തിനടുത്തുള്ള ഗുഹയിലിരിക്കുന്ന ഗോവിന്ദ ഗുരുവിനെ തേടിക്കൊണ്ടുള്ള യാത്ര. ഒരു ഗുരു വേണം. ജ്ഞാനിയാണ് ശിഷ്യൻ, ജ്ഞാനം തന്നെയായ നടക്കണേ, പക്ഷെ ഒരു ഗുരുവിലേക്ക് സമർപ്പിക്കണം എന്നുണ്ടേ. അതുകൊണ്ടാണ് ഗുരുപാദങ്ങളെ നമ്മൾ എപ്പോഴും ഓർക്കാൻ പറയണത്. അങ്ങനെ ആ മധ്യപ്രദേശിലെ മാഹിഷ്മതി അതിനടുത്തുള്ള ആ നർമ്മദാ തീരത്തുള്ള ഓങ്കാരനാഥത്തിനടുത്തുള്ള ഗുഹയിലെ തൻ്റെ ഗുരു ഇരിക്കുകയാണ്, ഗോവിന്ദ ഗുരു. അപ്പോൾ അവിടെ തപസ് ചെയ്യാണ്. അപ്പോൾ ഗുരു പെട്ടെന്ന് ഗുരുവിനെ തേടിയുള്ള ആചാര്യസ്വാമികളെ, ആ കുഞ്ഞു കുട്ടിശങ്കരനെ കണ്ടപ്പോൾ കാലൊക്കെ തേഞ്ഞു, നടന്ന് അല്ലേ, ശരീരമാകെ തളർന്നു. അപ്പോൾ ചോദിക്കുകയാണ് കരുണാർദ്രമായി, ഗുരുവിൻ്റെ ഉള്ളമങ്ങ് കരുണ കൊണ്ട് നിറയെ ശിഷ്യനെ കണ്ടപ്പോൾ. ഗുരുവാണ് ഒരു ശിഷ്യനെ വരിക്കുന്നത്. അപ്പോൾ കരുണാർദ്രമായിട്ട് ചോദിക്കുകയാണ്, തീവ്ര വൈരാഗ്യം കുട്ടിയിൽ, ഭക്തി, സമർപ്പിത ഭക്തി കണ്ടപ്പോൾ ചോദിക്കുകയാണ്, കുഞ്ഞെ കസ്ത്വം, നീ ആരാ? അത് ഗുരുക്കന്മാർ ഇട്ടുകൊടുക്കുന്ന ചോദ്യമാണേ. ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ആചാര്യസ്വാമികൾ ദശശ്ലോകി രചിക്കുന്നത്. 10 ശ്ലോകങ്ങളുള്ള കൃതിയാണ് തുടക്കം. അപ്പോൾ അതിനകത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഒറ്റ കൃതി മതി ആചാര്യസ്വാമികൾ ആരാണെന്ന് അറിയാൻ. സമാധി ഭാവത്തിലെത്തിയ ഒരു മഹാഗുരുവിൻ്റെ വാക്കുകളാണ് ആ കുട്ടിശങ്കരനിൽ നിന്ന് പുറത്തു വന്നത്. ഇങ്ങനെ ബ്രഹ്മഭൂമിർന്ന തോയം ന തേജോ ന വായു നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനൈകാന്തികത്വാത് സുഷുപ്തൈക സിദ്ധം തദേകോവശിഷ്ട ശിവ കേവലോഹം ന ഭൂമിർന്ന തോയം ന തേജോ ന വായു. ഞാൻ പഞ്ചഭൂതങ്ങളല്ല. ഭൂമി, തോയം, ജലം, വായു, ഘം, ആകാശം, ഇന്ദ്രിയങ്ങളൊന്നുമല്ല ഞാൻ പഞ്ചഭൂതങ്ങളോ ഇന്ദ്രിയങ്ങളോ ഒന്നുമല്ല. പിന്നെ എന്താ? ഞാൻ ആ ശിവമാണ്, പരമസത്യം തന്നെയാണ്. സുഷുപ്തിയിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖം മറനീക്കി വന്നാൽ അത് ഏത് സ്വരൂപമാണോ ആ സ്വരൂപമാണ് ഞാൻ, സത്യസ്വരൂപമാണ് ഞാനെന്നാണ് ഒരു ശിഷ്യൻ ഗുരുവിനെ കണ്ടപ്പോൾ പറഞ്ഞത്. കുറച്ച് നാളൊക്കെ ഗോവിന്ദ ഗുരുവിൻ്റെ അടുത്തിരുന്നു. ഒരു ഗുരുഭാവം വേണമല്ലോ. അതിനുശേഷം പറഞ്ഞു, പാവയൻ വസുധ, നടക്കൂ, ഭൂമിയെ സ്വന്തം പാദങ്ങൾ കൊണ്ട് പരിപാവനമാക്കൂ, അല്ലേ? ഹ്യസ്യനഃ കൽപ്പതേ സിദ്ധൈഃ പാദാംബുജരചോലവഃ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഭഗവാനെ, അങ്ങയുടെ പാദങ്ങളിൽ പറ്റിയിരിക്കുന്ന പൊടി, ഒരു പൊടിയുടെ കണം മതിയല്ലോ. എൻ്റെ ആ പാദത്തിൽ പറ്റിയ പൊടിയില്ലേ, ഒരെണ്ണം, അത് മതിയല്ലോ എന്നെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. പാവയൻ വസുധാം, ഭൂമിയിൽ ഇങ്ങനെ നടന്നുകൊണ്ട് ഈ ഭൂമിയെ പരിപാവനയാക്കൂ എന്നാ ഉപദേശിച്ചത്. ഇവിടെ നമുക്ക് പറഞ്ഞല്ലേ, ഭുജ കിമുപധാനദാം കിമുന കുംഭിനീ മഞ്ചദാം വ്രജേദ് വ്രജിനഹാരിണി സ്വപദപാദിനി മേദിനി. അല്ലേ? മുനിയുടെ ആ സ്വപദങ്ങൾ പതിഞ്ഞ മേദിനി ഭൂമി വ്രജിനഹാരിണിയായിട്ട് മാറും, പാപങ്ങളില്ലാത്തവർ അവളായി മാറുമെന്ന്. ഗുരു ശ്രീനാരായണ ഗുരുദേവൻ എന്ന മുനീശ്വരൻ ഗുരുവിൻ്റെ സ്വരൂപം തന്നെ കുറിച്ച് വെച്ചിരിക്കുന്നതാണ് മുനിചര്യ പഞ്ചകത്തിലെ. മലയാളക്കരയെ മൊത്തം പരിപാവനമാക്കിയ
ആ പുണ്യപാദപാംസുക്കളെ ഏറ്റുവാങ്ങിയ മഹാഗുരുക്കന്മാരുടെ ആ അനുഭവത്തെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗുരു ഇവിടെ പറയുകയാണ് ആരാണ് ഗുരു എന്ന് ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് നിർത്തുകയാണ്. നമ്മൾ അവസാനത്തെ ശ്ലോകത്തിൻ്റെ എല്ലാം കൂടി ഒരു ആശയവും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നമുക്ക് തീർക്കാം. അപ്പോൾ ഉപദേശ സാഹസ്രിയിൽ അതുപോലെ തന്നെ വിവേക ചൂടാമണിയിലുമൊക്കെ തൻ്റെ ഗുരുവിനെ, ഗോവിന്ദ ഗുരുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ശങ്കരാചാര്യർ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇവിടെ മറ്റ് ഒരു സ്തുതി പറയുമ്പോൾ ശംഭോ ലോകഗുരോ മധീയ മനസ സൗഖ്യോപദേശം കുരു. അവിടെ പറയുന്നുണ്ട് ശംഭോ ലോകഗുരോ, അല്ലയോ ശംഭുവേ ലോകഗുരുവേ എൻ്റെ മനസ്സിന് സുഖമായതിനെ ഉപദേശിക്കൂ എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നുണ്ട്. ആ ശങ്കരാചാര്യ സ്വന്തം ജ്ഞാനഗുരുവിനെയും വന്ദിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. പറയുന്നുണ്ടല്ലോ, ഗുരുപാദുക സ്തോത്രത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, കുന്നോളം ധനം ഉണ്ടായിട്ട് എന്തിനാ, അതുപോലെ തന്നെ സൗന്ദരമായ ശരീരം ഉണ്ടായിട്ട് എന്തിനാ, അല്ലേ, പ്രശസ്തി ഉണ്ടായിട്ട് എന്തിനാ, ഗുരുവിൻ്റെ പാദങ്ങളിൽ മനസ്സർപ്പിക്കാൻ കഴിയാത്തവൻ്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ ആചാര്യസ്വാമികൾ ഉപദേശ സഹസ്രയിലൂടെയൊക്കെ പറയുന്നതാണ്. ഗുരു ഊഹാപോഹ വിചക്ഷണനായിരിക്കണം, അല്ലേ. പ്രപഞ്ചത്തെ കണ്ടിട്ട് ആ അത് അവിടെ ഊഹാപോഹ വിചക്ഷണൻ എന്ന് ശങ്കരാചാര്യരുടെ ഉപദേശ സഹസ്രയിൽ ഗുരുവിൻ്റെ ലക്ഷണം പറയുന്നതൂടെ പറയുന്നതാണ്. അതായത് ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ പ്രപഞ്ചത്തെ അല്ല അവർ കണ്ടത്, സത്യത്തെയാണ് അതിലൂടെ ഊഹിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ആ വാക്ക് അവിടെ ഉപയോഗിച്ചത്. ഇത് സത്യമാണ്, ഇത് ഈ നാമവും രൂപമൊന്നും അല്ല. അതാണ് പറഞ്ഞ ഒരു യഥാർത്ഥ ഗുരു ഊഹാപോഹ വിചക്ഷണനായിരിക്കണം. ശമതമാദികൾ ഗുരുവിൻ്റെ സവിശേഷതകളായിരിക്കണം. സമർപ്പിതനും ബ്രഹ്മനിഷ്ഠനും ബ്രഹ്മജ്ഞാനിയുമായിരിക്കണം, അല്ലേ. ഓക്കെ. വദിനാം വദിനേവ ജംയമാനാം മൗനപാജിനേ വാദങ്ങൾ ചെവിക്കൊണ്ടു മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായ വസിപ്പൂമല പോലെ, അല്ലേ. ലോകമര്യാദകൾ അതിലംഘിക്കാത്തവനായിരിക്കണം. ലോകമര്യാദകൾ അനുസരിച്ച് ജീവിക്കുന്നവനെ മാത്രമേ നമുക്ക് ഗുരുവായി കാണാൻ പറ്റുള്ളൂ. അങ്ങനെ സർവവേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹത്തിലും അതുപോലെ തന്നെ പറയുന്നുണ്ട് ഗുരു ശ്രോത്രി. ഇതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും ആചാര്യൻ. ഗുരുവിൻ്റെ ലക്ഷണമൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ വിചാരം ചെയ്തവരാണ്. ഇതിൻ്റെ ഭാഗമായി ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിവേക ചൂടാമണിയിൽ ഗുരുസ്വരൂപം ഇഷ്ടംപോലെ പറയുന്നുണ്ട്. അതിലൊന്നാണ് ഗുരു ശ്രോത്രിയനായിരിക്കണം. ശ്രുതിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനെയാണ് നമ്മൾ ഗുരു എന്ന് പറയുക. അതായത് സത്യത്തിൻ്റെ മാർഗമായ വേദം, ആ വേദതത്വത്തിൽ അധിഷ്ഠിതമായ സിദ്ധാന്തത്തെ, സ്വതത്വത്തെ അവതരിപ്പിക്കുന്നവനാണ് ഗുരു. രണ്ടല്ല, ഒന്നിനെ അനുഭവിച്ച് ഒന്നിനെ പറയുന്നവൻ ശ്രോത്രിയൻ, ശ്രുതിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ. അവ്രജിനായിരിക്കണം, യാതൊരു തരത്തിലുള്ള പാപങ്ങളുമില്ലാത്തവനായിരിക്കണം, വാസനകളെല്ലാം മറ്റുപോയവനായിരിക്കണം. അകാമഹതൻ, ഒന്നുമേ ആഗ്രഹിക്കാത്തവൻ, അല്ലേ. ഓം ഭിക്ഷാന്ന വിഭക്ത്രേ നമ, ഓം ഭിക്ഷാന്ന വിഭക്ത്രേ നമ, അല്ലേ. എല്ലാതും വിഭജിച്ച് ലോകസേവനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങ് എത്രയോ യാചിച്ചു. എന്തിനാ? ഈ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി. നമ്മളിന്ന് അനുഭവിക്കുന്ന സുഖം ആ മഹാഗുരുവിൻ്റെ ആ കരുണയും കൃപയാണ്, അല്ലേ. അപ്പോൾ അഗാമഹതനായിരിക്കണം, എല്ലാ ആഗ്രഹങ്ങളെയും അടക്കിയവൻ. നിരന്ധനൈവാനലൻ, നല്ലൊരു ലക്ഷണമാണ്. ഗുരുവിലേക്ക് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിക്കേ, ഗുരുക്കന്മാരിലേക്ക്. നിരന്ധന ഇവാനൽ എന്ന് പറഞ്ഞാൽ ഇന്ധനമില്ലാതെ ജ്വലിക്കുന്ന തീക്കട്ട പോലെ ഇരിക്കണം. നമുക്കറിയാം, അടുപ്പിൽ വിറക് വെച്ചാൽ അത് കത്തിക്കഴിഞ്ഞാൽ ആ വിറക് തീരുമ്പോൾ അത് ജ്വലിച്ചുകൊണ്ടിരിക്കും, അല്ലേ. അതുപോലെ യാതൊരു ഇന്ധനവുമില്ലാതെ, യാതൊന്നുമില്ലാതെ ഇങ്ങനെ സ്വയം ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവം. നമ്മൾ ഗുരുവിനെ ആ രൂപത്തിലൊക്കെ കണ്ട സന്യാസിമാരുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ്, അല്ലേ. അപ്പോൾ അങ്ങനെ ബന്ധുരാനമതാം സദാം, ആനമിക്കുന്ന ബന്ധുജനങ്ങൾക്ക് അല്ലെങ്കിൽ ആനമിക്കുന്ന ശിരസ് കുനിക്കുന്ന ശിഷ്യന്മാർക്ക് ബന്ധുവായിരിക്കും. അങ്ങനെ നിരവധി ആ ഗുരുക്കന്മാരുടെ ലക്ഷണങ്ങൾ മഹാഗുരുക്കന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ആശയം ഒന്നും കൂടി 1 മിനിറ്റേ ഉള്ളൂ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം.
ശ്ലോകം: വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യത്സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ആശയം നോക്കാം. നഗരം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ആശയം ഒന്ന് കുറിച്ച് വെക്കണം. നമ്മൾ പറഞ്ഞില്ലേ, മറന്നുപോകും. അല്പജ്ഞരായ നമ്മൾ മറന്നുപോകും. നഗരം കണ്ണാടിയിൽ പ്രതിഫലിക്കപ്പെടുന്നത് പോലെ നാമരൂപാത്മകമായ പ്രപഞ്ചം മുഴുവനും അവനവനിലെ അന്തരാത്മാവിൽ പ്രതിഫലിക്കുന്നുവെങ്കിലും ഈ അനുഭവം പുറത്താണെന്നതുപോലെ തോന്നുന്നു. സ്വപ്നം കാണുന്ന സമയത്തും അങ്ങനെയാണ് തോന്നുന്നത്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ എല്ലാം ഒന്നായിരിക്കുന്നത് പോലെ സത്യസാക്ഷാത്കാര സമയത്ത് പ്രപഞ്ചം മുഴുവനും തൻ്റെ തന്നെ ആത്മസ്വരൂപമാണെന്ന് സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന വിശ്വഗുരുവായ ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം അർപ്പിക്കുന്നു. ഓം